UGC NET പേപ്പർ 1-ലെ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിൽ നിന്നുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റേഷ്യോ എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ ആണ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ആ വാല്യൂസിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ല, അതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ റേഷ്യോയിലൂടെ കാണിക്കുന്നത്. അതായത് എ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ടൈംസ് വൺ നമ്പർ കണ്ടെയ്ൻസ് അനദർ. എ റേഷ്യോ ഷോസ് റിലേറ്റീവ് സൈസസ് ഓഫ് 2 or more വാല്യൂസ്. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോളൻ ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണല്ലേ കോളൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതിനെ റേഷ്യോ സൂചിപ്പിക്കാൻ A to B, ഇപ്പോൾ A, B എന്നീ വാല്യൂസ് ആണെങ്കിൽ A to B എന്ന് പറയാം. അതുപോലെ തന്നെ A:B, A റേഷ്യോ B എന്ന് പറയാം, അല്ലെങ്കിൽ A:B എന്ന് പറയാം. പിന്നെ A/B, ഈ രൂപത്തിലൊക്കെ നമുക്ക് റേഷ്യോ സൂചിപ്പിക്കാം. അപ്പോൾ റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് A and B ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കോളൻ ഒരുമിച്ച് വരുന്നത് കാണാറില്ലേ? ചില റേഷ്യോ ഒക്കെ തരുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, A:B, പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ C:D എന്നൊക്കെ കാണാറില്ലേ? ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഈക്വൽ റേഷ്യോനെയാണ്. അതായത് 4:3, പിന്നെ ഈ ഒരു സിമ്പിൾ, പിന്നെ 8:6. ഇങ്ങനെ പറഞ്ഞാൽ ഈക്വൽ ടു എന്നാണ്. അതായത് 4:3 എന്ന് പറയുന്നതും 8:6 എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? അതായത് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നേരെ പകുതിയാണ്, 8ൻ്റെ നേരെ പകുതി 4 ആണ്, അതുപോലെ തന്നെ 6ൻ്റെ നേരെ പകുതി 3 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് 4:3 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈക്വൽ റേഷ്യോസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇക്വലൻ്റ് റേഷ്യോസിനെയാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. പ്രപ്പോർഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോ എന്താണെന്നാണ്. അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നും കാണാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത്രയും വിശദീകരിച്ച് പറയണമെന്നറിയില്ല, എന്നാലും റേഷ്യോനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിങ്ക് ഫ്ലവേഴ്സ് 2 എണ്ണം കാണാം. ഇത് റെഡായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു, പിങ്ക് അല്ലെങ്കിൽ റെഡ്. പിന്നെ ഇത് ബ്ലൂ കളേഴ്സിലെ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പിങ്ക് ഫ്ലവേഴ്സ് ടു ബ്ലൂ ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിങ്ക് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ? ഇത് 2 എണ്ണമാണുള്ളത്. അപ്പോൾ ഇതാണെങ്കിലോ 4 എണ്ണമാണുള്ളത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് പിങ്ക് ടു ബ്ലൂ ആണ്. പിങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 2:4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2/4 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതാം റേഷ്യോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2:4 എന്നത് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്ന് കിട്ടുമല്ലോ. ഈ 2 ക്യാൻസൽ ചെയ്ത് 4ൽ 2 തവണ, അപ്പോൾ 1:2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ. അത് നേരെ തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, അതാ ബ്ലൂ ടു പിങ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബ്ലൂ ഫ്ലവേഴ്സ് ടു പിങ്ക് ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ബ്ലൂ എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4:2, അതായത് 2:1 എന്ന് കിട്ടും. ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പിങ്ക് ഫ്ലവേഴ്സ് ടു ടോട്ടൽ ഫ്ലവേഴ്സ് എന്നാണെങ്കിൽ പിങ്ക് 2 ആണ്. ടോട്ടൽ എത്രയാണ്? ടോട്ടലി 6 ആണല്ലോ. അപ്പോൾ 2:6. ഇത് എന്താണ്? 2:6 എന്ന് പറഞ്ഞാൽ 1:3 ആണല്ലോ. അത് ക്യാൻസൽ ചെയ്താൽ മതി. ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബ്ലൂ ഫ്ലവേഴ്സ് ടു ടോട്ടൽ ഫ്ലവേഴ്സ്? ബ്ലൂ എന്ന് പറഞ്ഞാൽ 4 ആണ്, ടോട്ടൽ 6 ആണ്. അപ്പോൾ 2:3. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത്. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ കൂടുതലും ഇത് സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ ഫോമിലാണ് എഴുതാറുള്ളത്. ഇത് നമുക്ക് 2 ടൈപ്പിൽ പറയാം. പാർട്ട് ടു പാർട്ട് റേഷ്യോ എന്നും പാർട്ട് ടു ഹോൾ റേഷ്യോ എന്നും പറയാം. ഈ ആദ്യം തന്നിട്ടുള്ള 2 എണ്ണം നമുക്ക് പാർട്ട് ടു പാർട്ട് എന്ന് പറയാം. ഇത് ടോട്ടലിൽ പിങ്ക് എത്രയുണ്ട്, ബ്ലൂ എത്രയുണ്ട്, അതിൽ 2 പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തതും ബ്ലൂവിൻ്റെയും പിങ്കിൻ്റെയും റേഷ്യോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പാർട്ട് ടു പാർട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് രണ്ടും പാർട്ട് ടു പാർട്ടാണ്. പിന്നീടുള്ള 2 എണ്ണം ഇത് പാർട്ട് ടു ഹോളാണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പിങ്ക് ഫ്ലവേഴ്സ് ടു ടോട്ടൽ ഫ്ലവേഴ്സ് ആണ്. ടോട്ടലിൽ എത്രയാണ്? പാർട്ട് ടു ഹോൾ. പാർട്ട് എന്ന് പറയുന്നത് പിങ്ക് എന്നതൊരു പാർട്ടാണ്, ബ്ലൂ എന്നതൊരു പാർട്ടാണ്, പിന്നെ ഹോൾ എന്ന് പറയുന്നത് എല്ലാം കൂടി ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിൽ പിങ്കും ബ്ലൂവുമാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നത്തേതിൽ നമ്മൾ പിങ്ക് ഹോളിൽ എത്രയാണ്, അതുപോലെ തന്നെ
ബ്ലൂ ഹാൾ ഫ്ലവേഴ്സിൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 40 ഗേൾസ് ആൻഡ് 48 ബോയ്സ് ഉണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ, ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40/48 എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 40:48 എന്ന് എഴുതാം. ഏറ്റവും നല്ലത് ഇങ്ങനെ എഴുതുന്നതാണ്. ഡിവൈഡഡ് ബൈ എന്നൊന്നും എഴുതണമെന്നില്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഒന്നാണെന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മാത്രം മതി. ചെയ്യുമ്പോൾ നമുക്ക് 40:48 എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 × 8, 5 × 8 40 അല്ലേ, അതുപോലെ 6 × 8 48 അല്ലേ. അപ്പോൾ 5 എന്നും 6 എന്നും എഴുതി ക്യാൻസൽ ചെയ്ത് 5:6 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേഷ്യോ. ഇനി നമ്മളിവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം 5:6 എന്നത് റേഷ്യോ ആണ്, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ല. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഈ 40ഉം 48ഉം അല്ലേ, അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ 5:6 എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ തരാറുള്ളത് റേഷ്യോ തന്നിട്ട് ആക്ച്വൽ വാല്യൂ കണ്ടെത്താനാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പോൾ 5:6 എന്ന ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5x എന്നും 6x എന്നും, 6നെ എത്രയോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതുപോലെ തന്നെ 5നെ എത്രയോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെയല്ലേ ഒരേ വാല്യൂവിനെ കൊണ്ടല്ലേ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 5 എന്ന് കിട്ടിയത്, 48നെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 6 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ആക്ച്വൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഏതൊരു റേഷ്യോ തന്നാലും അതിനെ രണ്ടിനെയും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, if the number of boys is 20 and the number of girls is 12, find the ratio between girls and boys. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിലുള്ള ബോയ്സ് 20 ആണെന്നും ഗേൾസ് 12 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം ബോയ്സ് ആണ് വന്നിട്ടുള്ളത്, പക്ഷെ ചോദിച്ചിട്ടുള്ളതിൽ ആദ്യം ഗേൾസിൻ്റെയാണ് റേഷ്യോ. അപ്പോൾ ബോയ്സിൻ്റെ നേരെ താഴെയായിട്ട് നമ്മൾ 20 എന്ന് എഴുതാണ്. അതേപോലെ തന്നെ ഗേൾസ് എത്രയാണ്, ഗേൾസ് 12 ആണ്. അപ്പോൾ 12 × 20 എന്നതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മുടെ റേഷ്യോ. പക്ഷേ ഇത് ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 കൊണ്ട് കോമൺ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നും 5 എന്നും കിട്ടുമല്ലോ. അപ്പോൾ 5 × 4 എത്രയാണ്, 20 ആണ്. 3 × 4 12 ആണ്. അപ്പോൾ 3:5 ഇതിന് ഇനി ഇങ്ങോട്ടേക്ക് അതിന് ചുരുക്കാൻ കഴിയില്ല. അപ്പോൾ 3:5 എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇനി എന്തൊക്കെ ടൈപ്പാണ് റേഷ്യോസ് ഉള്ളത് എന്ന് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് AB എന്നതിനെ A² B² എന്ന രൂപത്തിൽ തരുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ 2:3 എന്നത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2:2:3:2, അതായത് 4:9. ഈ 4:9 എന്നതിനെ നമുക്ക് ചുരുക്കി കഴിഞ്ഞാൽ 2:3 എന്ന് കിട്ടില്ലേ. അപ്പോൾ 2:3ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 4:9 ആണ്. അതുപോലെ തന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3ഉം 3:3ഉം ഏതൊരു നമ്പർ തന്നെ, അതായത് A⁻3:B⁻3 എന്ന ഫോമിൽ തരുന്നതിനാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ 8:27 എന്ന് കിട്ടും. ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റിന് നേരെ തിരിച്ചാണ്. അത് A² എന്ന് എഴുതി ഇത് √A, അതായത് 4:9 എന്നത് √4ഉം √9ഉം, അതായത് 2:3 എന്ന് കിട്ടും. അതുപോലെ തന്നെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരത്തെ A³ B³ എന്നതിന് നേരെ തിരിച്ച്, അതായത് √A ⁻B, അതായത് 8:27 എന്നത് √8ഉം √27ഉം കണ്ടെത്തിയാൽ നമുക്ക് 2:3 എന്ന് കിട്ടും. ഇതാണ് പല ടൈപ്പിലുള്ള റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് റേഷ്യോ A:B, C:D, E:F. ഇതിനെ നമുക്ക് A/B, C/D, E/F എന്ന് എഴുതാം. അതായത് ACE / BDF ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ACE / BDF എന്ന് കിട്ടും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. If A:B = 2:3 and B:C = 3:4, find A, B, C.
ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പല എക്സാമുകളിലും ചോദിക്കാറുള്ളതാണ്, നെറ്റ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ പല മെത്തേഡ്സും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ഏതൊരാൾക്കും ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്, ബിയും സിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് A:B:C എന്നതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ A:B എന്താണ് തന്നിട്ടുണ്ടല്ലോ, 2:3. അത് നേരെ താഴെ എഴുതുക. നമുക്ക് ഈ ഒരു രൂപത്തിലുള്ളതാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ A:B എന്നത് നമുക്ക് എഴുതാം 2, 3. ഇനി B:C തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ടല്ലോ. അതും ബീൻ്റെ താഴെ 3 എന്നും സീൻ്റെ താഴെ 4 എന്നും എഴുതുക. 3, 4. ഇനി നമുക്ക് A:B:C എന്നതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റ് മെത്തേഡ്സിൽ പലതും കോമൺ ആയിട്ടുള്ള ഇതിനെ ഒരുപോലെ ആക്കുക, അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ അതിനേക്കാളും ഏതൊരാൾക്കും ഓർമ്മിക്കാൻ കഴിയുന്ന രീതി ഇതാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ എഴുതണം, അതിന് തൊട്ടപ്പുറത്തുള്ള എന്താണെന്ന് നോക്കുക, അത് തന്നെ ഇവിടെ എടുത്ത് എഴുതുക 3. ഇനി ഇവിടെ ഒന്ന് എഴുതണം, അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താണുള്ളത്, ഇത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നോക്കണ്ട, ലെഫ്റ്റിലോ റൈറ്റിലോ തൊട്ടടുത്തായിട്ട് ഏതാണുള്ളത് അത് എഴുതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് 3 ആണുള്ളത്, മുകളിലെത്തത് താഴത്തത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ലെഫ്റ്റിലോ റൈറ്റിലോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 2, 3 എന്ന് കിട്ടി, 3, 3 എന്ന് കിട്ടി, 3, 4 എന്ന് കിട്ടി. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളതിനൊക്കെ ഇവിടെ റേഷ്യോ ആണല്ലോ നമ്മൾ എഴുതുന്നത്. ഇവിടെ നമുക്ക് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു റേഷ്യോ A:B:C എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ് എഴുതേണ്ടത്, വലിയൊരു വാല്യൂവിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ 3 എല്ലാം പോയി. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നും 3 എന്നും 4 എന്നും കിട്ടും. അപ്പോൾ 2:3:4 എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ നിങ്ങൾ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എഴുതിയാലും തെറ്റില്ല. 2, 3, 3, 3, 3, 4 എന്നത് 2 × 3 6, 3 × 3 9, 3 × 4 12. ഇവിടെ പിന്നെ നിങ്ങൾക്ക് പിന്നെ ക്യാൻസൽ ചെയ്താലും മതി. 2, 3, 4. അപ്പോൾ 3 6 2 തവണയാണ്, 3 9 3 തവണ, 12 3 4 തവണ. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷേ ഇതിൽ എളുപ്പം ഇതല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 2:3:4 എന്നാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ x:y 3:4 എന്ന് തന്നിട്ടുണ്ട്, y:z എന്ന് പറയുന്നത് 8:9 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ x:z ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ XYZ എന്ന് ഈ രൂപത്തിലാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് എഴുതുക. അപ്പോൾ ഇവിടെ എക്സും സെഡും ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടെത്തിയാലല്ലേ ലാസ്റ്റ് x:z എന്താണെന്ന്, ഇവിടെ എക്സും സെഡും മാത്രം എടുത്തെഴുതിയാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ x:y എന്നത് 3 എന്നും 4 എന്നും എഴുതി, അതുപോലെ തന്നെ y:z എന്നത് 8 എന്നും 9 എന്നും എഴുതുക. ഇനി നേരെ ഇവിടെ ഈ ബ്ലാങ്ക് കാണുന്നിടത്തൊക്കെ നമുക്ക് തൊട്ടപ്പുറത്തുള്ള വാല്യൂ അതേപോലെ എഴുതുക. 4 ഇവിടെ 8 എന്ന് തന്നെ എഴുതാണ്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യണം. ഇവിടെ 4 ക്യാൻസൽ ചെയ്തു, ഇവിടെയും 4 ക്യാൻസൽ ചെയ്തു. ഇവിടെ 4 ഇല്ല, പക്ഷേ 8 ഉണ്ട്. അപ്പോൾ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. അപ്പോൾ 2 × 3 6, പിന്നെ 8, പിന്നെ 9. അപ്പോൾ 6:8:9 എന്നതാണ് ആൻസർ. പക്ഷേ നമുക്ക് x:y:z അല്ല ചോദിച്ചിട്ടുള്ളത്, x:z ആണ്. അപ്പോൾ ഇതും 6:9 എന്നതാണ് ഇവിടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 4 എണ്ണം വരുന്നതാണ്, അതായത് A:B:C:D. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ A:B എന്നത് 2:3 ആണ്. അപ്പോൾ 2, 3. ഇനി B:C എന്ന് പറയുന്നത് 4:5 ആണ്. ഇനി C:D എന്ന് പറയുന്നത് 6:7 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരെ ഇപ്പോൾ സിയും ഡിയും നമുക്ക് എഴുതണം. അപ്പോൾ സിയും ഡിയും എത്രയാണ്, ഇവിടെ നേരെ അടുത്തായിട്ടുള്ളത് 3 ആണ്. അപ്പോൾ 3 എന്നും എഴുതാണ്. ഇനി എക്ക് റൈറ്റ് സൈഡിലുള്ളത് 4 ആണ്. അപ്പോൾ 4 എന്ന് എഴുതി. ഡിയുടെ തൊട്ടിപ്പുറത്ത് 5 ആണ്, 5 എന്ന് എഴുതി. ഇനി ഇവിടെയും 6 എന്ന് തന്നെ എഴുതാണ്. ഇനി നമുക്ക് ഇതിനെ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3 ക്യാൻസൽ ചെയ്യാമല്ലോ. 3, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. പക്ഷെ ഇവിടെ 3 ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2 × 3 ആണല്ലോ 6. അപ്പോൾ അതിൽ നിന്ന് 3 ക്യാൻസൽ ചെയ്ത് നമുക്ക് 2 കിട്ടും. അപ്പോൾ
ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു 5 7 വന്നതുകൊണ്ട് ഇനി 2 കൊണ്ടോ 4 കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 × 2 16 ആണല്ലോ. 4 × 6 24 ആണല്ലോ. പിന്നെ 5 × 6 30, പിന്നെ 35. അപ്പോൾ 16:24:30:35 എന്നതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 numbers are in the ratio 2:3. If the sum of numbers is 60, find the numbers. അപ്പോൾ ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ശരിക്കും ആ നമ്പേഴ്സിൻ്റെ സം എന്താണ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പേഴ്സ് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, സമ്മും തന്നിട്ടുണ്ട്. ഇവിടെ റേഷ്യോ 2:3 എന്ന് തന്നതുകൊണ്ട് നമുക്ക് നമ്പേഴ്സ് 2x എന്നും 3x എന്നും പറയാമല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വൽ നമ്പർ അല്ല, അതിനെ ചുരുക്കി അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് റേഷ്യോ ആയിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനെ എന്തോ കോമൺ ആയിട്ടുള്ള ഏതോ ഒരു വാല്യൂ കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ അതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടുക. അപ്പോൾ 2:3 എന്നത് 2x and 3x എന്ന് എഴുതാം. അപ്പോൾ സം എന്ന് പറയുന്നത് 2xൻ്റെയും 3xൻ്റെയും സമ്മാണല്ലോ, ആക്ച്വൽ നമ്പറിൻ്റെ സമ്മാണല്ലോ 60. അപ്പോൾ 2x + 3x എന്ന് പറയുന്നത് 60 ആണ്. അതായത് 5x = 60. അപ്പോൾ x എത്രയാണ്? 12 ആണല്ലോ. x എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മുടെ നമ്പേഴ്സാണ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് 2x and 3x ആണ്. അപ്പോൾ 2 × 12 = 24, പിന്നെ 3x എന്ന് പറയുന്നത് 3 × 12 = 36. അപ്പോൾ 24ഉം 36ഉം ആണ് നമ്മുടെ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദ സാലറി ഓഫ് നീനു ആൻഡ് മീനു ഈസ് Rs 4000, റേഷ്യോ ഓഫ് നീനു ആൻഡ് മീനു ഈസ് 5:3, ഫൈൻഡ് ദ സാലറി ഓഫ് മീനു ആൻഡ് നീനു. അപ്പോൾ മീനുവിൻ്റെയും നീനുവിൻ്റെയും സാലറിയുടെ ഡിഫറൻസ് ആണ് എന്ന് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് 4000 എന്നാണ് ആ ഡിഫറൻസ്. അപ്പോൾ പിന്നെ റേഷ്യോ തന്നിട്ടുണ്ട്. ആ സാലറിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പോൾ ടോട്ടൽ സാലറി എത്രയാണ്? അതായത് അവർക്ക് ഉള്ള സാലറി എന്ന് പറഞ്ഞാൽ 5x-ഉം 3x-ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ സാലറി എന്ന് പറയുന്നത് 5x-ഉം 3x-ഉം ആണ്. അപ്പോൾ അവരുടെ ആക്ച്വൽ സാലറിനെ ചുരുക്കി കിട്ടിയതാണല്ലോ ഈ 5:3 എന്ന് പറയുന്നത്. അപ്പോൾ 5x and 3x എന്ന് കിട്ടി. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5x - 3x ആണ് ഡിഫറൻസ്. അവരുടെ സാലറി തമ്മിലുള്ള ഡിഫറൻസ് ഇതാണല്ലോ. അപ്പോൾ അതെത്രയാണ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 4000 ആണ്. അതായത് 2x എന്ന് പറയുന്നത് 4000 ആണ്. അപ്പോൾ x എത്രയാണ്? 2000 ആണല്ലോ. 2000 ആണല്ലോ x. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഫൈൻഡ് ദ സാലറി ഓഫ് മീനു ആൻഡ് നീനു. x എത്രയാണെന്ന് കിട്ടി. അപ്പോൾ പിന്നെ 5x, മീനുവിൻ്റെയും നീനുവിൻ്റെയും. മീനുവിൻ്റെ 5x ആണ്. മീനു 5x, നീനു 3x. അപ്പോൾ 5 × 2000 എത്രയാണ്? 10,000. 3 × 2000 എത്രയാണ്? 6000. അപ്പോൾ മീനുവിൻ്റെ സാലറി 10,000ഉം നീനുവിൻ്റെ സാലറി 6000ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് എ പേഴ്സൺ എ ആൻഡ് അനദർ പേഴ്സൺ ബി ഈസ് 1:3. എ ഈസ് 5 years younger than ബി. ദെൻ വാട്ട് ആർ ദർ ഏജസ്? അപ്പോൾ ഇത് ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എയുടെ ഏജും ബിയുടെ ഏജും തമ്മിലുള്ള ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഏജ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സിൻ്റെ വ്യത്യാസമാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏജ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1:3 ആണ് എയും ബിയും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ അവരുടെ ആക്ച്വൽ ഏജ് എന്ന് പറയുന്നത് 1x-ഉം 3x-ഉം ആയിരിക്കുമല്ലോ. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസമാണ് 5 years എന്ന് പറയുന്നത്. അതായത് 1x-ഉം 3x-ഉം തമ്മിലുള്ള വ്യത്യാസം ഇതാണ് 2x ആണല്ലോ. അതായത് 3-ന്ന് 1 കുറക്കുക, അല്ലെങ്കിൽ 1-ഉം 3-യും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 1-ഉം 3-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2 ആണ്. അപ്പോൾ 2x എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ x എത്രയാണ്? x എന്ന് പറയുന്നത് 5/2 = 2.5. 2.5 ആണല്ലോ. അപ്പോൾ x എന്ന് പറയുന്നത് 2.5 ആണെന്ന് കിട്ടി. ഇനി അവരുടെ ഏജ് കാണാമല്ലോ. അപ്പോൾ എയുടെ ഏജ് എന്ന് പറയുന്നത് 1x ആണ്. ബിയുടെ ഏജ് എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ എയുടെ ഏജ് എത്രയാണ്? 1 × 2.5. 2.5 years ആണ് എയുടെ ഏജ്.
ഇനി ബിയുടെ ഏജ് എത്രയാണ്? 3 × 2.5 = 7.5 ഇയേഴ്സാണ് ബിയുടെ ഏജ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് 2 numbers ഈസ് 3:1 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 75. ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് എത്രയാണെന്ന് ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇത് റേഷ്യോ മാത്രമാണ്, ആക്ച്വൽ വാല്യൂ അല്ല. ആക്ച്വൽ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റാണ് 75 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റേഷ്യോ 3:1 ആണ്. ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് 3x-ഉം 1x-ഉം ആണ്. അപ്പോൾ 3x-ഉം 1x-ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റാണ് 75. അപ്പോൾ 3x × 1x = 75. അപ്പോൾ എന്താ 3x × 1x എത്രയാണ്? 3 × 1 ആണ് 3 തന്നെയാണ്. x × x എത്രയാണ്? x². അപ്പോൾ 75 ആണ്. ഇനി x² എന്താണെന്ന് കണ്ടെത്തണം. അതിനായിട്ട് 75 / 3. 75 / 3 എത്രയാണ്? 25 ആണല്ലോ. x² എന്ന് പറയുന്നത് 25 എന്ന് കിട്ടി. ഇനി x എന്താണ്? √25 എത്രയാണ്? 5 ആണ്. അപ്പോൾ x 5 എന്ന് കിട്ടി. നമുക്ക് എളുപ്പത്തിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താമല്ലോ. നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 3x-ഉം 1x-ഉം ആണ്. അപ്പോൾ 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. അതേപോലെ തന്നെ 1 × 5 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 15 എന്നതും 5 എന്നതുമാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ റേഷ്യോയിൽ നിന്ന് വരാനുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റേഷ്യോയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊപ്പോർഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒരു പേപ്പറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരുടെയും ആൻസർ സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വെറുതെ കണ്ടു നിന്നാൽ മാത്രം നമുക്ക് മാത്സ് ആ സമയത്ത് ചെയ്യാൻ പറ്റണം. കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പ്രപ്പോർഷൻ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ പാർട്ട് 2-ൽ നമുക്ക് പ്രപ്പോർഷൻ എന്താണെന്നും അതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.